രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഇപ്പോൾ വളരെ ശക്തമായി തന്നെ നിലകൊള്ളുകയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു രാജ്യം തോറ്റുകൊടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യം മാറി നിൽക്കാനോ ഇപ്പോൾ കഴിയാത്തൊരു അവസരം നിലനിൽക്കുകയാണ്. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകരാജ്യങ്ങളെ കീഴടക്കാൻ വളരെ ശക്തിയായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പല ഘടകങ്ങളും അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പല ആശയങ്ങളും മറ്റു രാജ്യങ്ങളെ ഇല്ലാതാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകമായി മാറുകയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യം ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒപ്പം നിൽക്കുകയാണ്. എന്നാൽ പോലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പല തീരുമാനങ്ങളും പാളിപ്പോകുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസിദ്ധമാണ്. ഇറാനെയും സിറിയയും പാലസ്തീനെയും ഗാസയും ഹിസ്ബുള്ളയും അങ്ങനെ നിരവധി സ്ഥലങ്ങളെ ഇല്ലാതാക്കാനും പിടിച്ചടക്കാനും ബെഞ്ചമിൻ നെതന്യാഹു തന്നെ കൊണ്ട് കഴിയുന്നത് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അതിന് കൂടെ നിൽക്കാൻ അമേരിക്കയും. ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച പ്രധാനമന്ത്രിയായ നെതന്യാഹു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സൈനിക ശക്തിയാണെന്ന് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അക്രമോത്സുകനായ, വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധനില്ലാത്ത, കടുത്ത നിലപാടുകളുള്ള നേതാവിന്റെ ചിത്രം മധ്യ ഏഷ്യയുടെ ഭൂമിശാസ്ത്രം മാറ്റിവരച്ച കർക്കശക്കാരൻ്റെത് കൂടിയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഭീഷണിയോടെ കാണുകയാണ്. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ ആക്രമിക്കും മുമ്പ് അവരെ ആക്രമിക്കുക എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇന്ന് ഇസ്രായേലിന്റെ സൈനിക നടപടികളുടെ അടിസ്ഥാന തത്വം. ബിബി എന്ന ചുരുക്കപ്പേരുള്ള നെതന്യാഹുവിന്റെ കാഴ്ചപ്പാടിന്റെ ശക്തി ഉണ്ടെങ്കിൽ ശക്തർക്ക് മാത്രമേ അതിജീവിക്കാനാവൂ. ആ കാഴ്ചപ്പാടിനെ തൽക്കാലത്തേക്കെങ്കിലും ശരിവെക്കുകയാണ് മധ്യപൂർവേഷ്യയിലെ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ തന്റെ ഇഷ്ടത്തിന് മധ്യപൂർവേഷ്യയുടെ ഭൗമരാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കുന്ന തിരക്കിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും അടിത്തറ തകർക്കുകയും നിത്യശത്രുവായ ഇറാനെ ഇല്ലാതാക്കിയതിനു ശേഷം ജൂതരാഷ്ട്രത്തിന്റെ കലിയടങ്ങാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനസ്സിൽ വിജയം എന്ന വാക്കല്ലാതെ കീഴടങ്ങൽ എന്ന നിലപാടിന് സ്ഥാനമില്ലാത്ത നെതന്യാഹു തന്നെയാണ് കാരണം. നെതന്യാഹുവിന്റെ തീരുമാനങ്ങൾ കൊണ്ട് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറ്റാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പോലും ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും യുദ്ധത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഇല്ലാതാക്കാനും മറ്റു രാജ്യങ്ങളെ പിടിച്ചടക്കാനും വേണ്ടിയുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നെറികെട്ട തന്ത്രങ്ങളാണ് ഇപ്പോൾ യുദ്ധത്തിലേക്ക് അവസാനിച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ ഒരു അവസാനം ഇപ്പോഴും നടക്കാത്തൊരു സാഹചര്യത്തിൽ മൂന്നാം ലോക മഹായുദ്ധമാണോ എന്ന് പറയുന്ന ട്രംപ് പോലും ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക നിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ പല സഹായവും ഇസ്രായേലിനെ വലിയ രീതിയിൽ സഹായിക്കുന്നുമുണ്ട്. ആ ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളാണ് ഇപ്പോൾ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്.